إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഭൂമിയിൽ മനുഷ്യവാസത്തോളം പഴക്കമുണ്ട് ഇസ്ലാമിന്. മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ച നിമിഷം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്ന് നേരായ മാർഗം വന്നു കിട്ടുമ്പോഴൊക്കെയും ആ മാർഗത്തെ ആരാണ് പിൻപറ്റുന്നത്? ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഈ മാർഗം പിൻപറ്റുന്ന പക്ഷം മനുഷ്യന് ഒരു വഴികേടും കഷ്ടതയും സംഭവിക്കുകയുമില്ല എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖ. എന്നിൽ നിന്ന് സന്മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവരൊരിക്കലും വഴിതെറ്റുകയില്ല, അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുകയില്ല എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഈ സന്മാർഗം സ്വീകരിക്കുന്നതിലാണ് ഏതൊരു മനുഷ്യന്റെയും സൗഭാഗ്യം കുടികൊള്ളുന്നത്. ഈ നേർമാർഗത്തെ ആരാണ് അവഗണിക്കുന്നത്? അവർക്കാണ് എല്ലാ പരാജയവും സംഭവിക്കുക എന്ന കാര്യവും നാം തിരിച്ചറിയണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രതാപം നൽകി. ഫമഹ്മബ്തഗൈനൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലനല്ലാഹ്. ഇസ്ലാം അല്ലാത്ത മറ്റു വഴികളിലൂടെ ഇസ്സത്ത് ആഗ്രഹിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് നിന്ദതയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അഭിമാനത്തോടുകൂടി നമുക്കും പറയാൻ കഴിയണം, ഇസ്ലാം എൻ്റെ അഭിമാനമാണ് എന്ന്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അവൻ പറയും, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന്. ഇസ്ലാമിനോളം പഴക്കമുണ്ട് ഇസ്ലാമിനെതിരിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും. പക്ഷേ സൂര്യപ്രകാശം കെടുത്തിക്കളയാൻ ആരെങ്കിലും കൊതിച്ചാൽ അത് നടക്കുകയില്ല എന്ന പോലെയാണ് ഇസ്ലാമിനെതിരിലുള്ള വിമർശനങ്ങൾ കൊണ്ടോ ആക്ഷേപങ്ങൾ കൊണ്ടോ ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല എന്നത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം.
അവർ അവരുടെ വായകൾ കൊണ്ട്, അവരുടെ തൂലികകൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുദൈവ ആരാധകരും സത്യനിഷേധികളും എത്ര വെറുത്താലും അള്ളാഹു അവന്റെ ദൂതനിലൂടെ ഈ ദീനിനെ ഇസ്സത്ത് നൽകാനും അതിനെ ഇവിടെ നിലനിർത്താനും മറ്റു പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ദീനിന് ശക്തി കൊടുക്കാനും പ്രതാപം കൊടുക്കാനും അള്ളാഹ് ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാലത്ത് നിർവഹിക്കാനുള്ളത് ഒന്ന് ഇസ്ലാമിനെ കേൾക്കുക എന്നത് തന്നെയാണ്. ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഇത് എല്ലാം കേൾക്കാനല്ല, ഏത് ദുഷിച്ച ആശയങ്ങളെയും കേൾക്കുക, എന്നിട്ട് അതിൽ നിന്ന് നല്ലതെടുക്കുക എന്നൊക്കെ തെറ്റിദ്ധരിച്ചവരുണ്ട് ഈ വചനത്തെക്കുറിച്ച്. അള്ളാഹു ഈ വചനത്തിലൂടെ പറയുന്നത് അള്ളാഹ് അവതരിപ്പിച്ച ഏറ്റവും നല്ലതാണ് അവന്റെ കലാം, അത് കേട്ട് അതിനെ പിൻപറ്റുക എന്നതാണ്. വത്തബിഊ അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതുണ്ട്, അത് കേട്ട് അതിനെ പിന്തുടരുക. അതാണ് ഒന്നാമതായി ചെയ്യാനുള്ളത്. അങ്ങനെ കേട്ട് ഇസ്ലാമിന്റെ ഷിആറുകളോട് ആദരവും ബഹുമാനവും നിലനിർത്തി അത് അഭിമാനപൂർവ്വം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഇന്നലിൽ ഇസ്ലാമി സിവൻ വ മനാറൻ കമനാരി ത്വരീഖ്. ഇസ്ലാമിനുണ്ട് ചില അടയാളങ്ങൾ. വഴിയോരങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചറിയാൻ ചില മുനാരങ്ങൾ സ്ഥാപിക്കും പോലെ കാണപ്പെടുന്ന ചില അടയാളങ്ങൾ ഇസ്ലാമിനുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അൻ തുഅ്മിന ബില്ലാഹി വലാ തുശ്രിക ബിഹി ഷൈഅ, നീ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. വ ഇഖാമത്തുസ് സ്വലാ വ ഈതാഉസ് സക്കാ വ സൗമു റമളാൻ വ ഹിജ്ജുൽ ബൈത്ത്. അതുപോലെ ആ ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ മറ്റൊരാൾക്ക് കാണാവുന്ന ഇസ്ലാമിന്റെ അടയാളങ്ങളാണ് നമസ്കാരം നിലനിർത്തൽ, സക്കാത്ത് നൽകൽ, നോമ്പനുഷ്ഠിക്കൽ റമളാനിൽ, അതുപോലെ ഹജ്ജ് ചെയ്യൽ. പിന്നെ പറഞ്ഞു വൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. വ അൻ തുസല്ലിമ അലാ അഹ്ലിക് ഇദാ ദഖൽത അലൈഹിം, അതിന്റെ കൂടെ പറഞ്ഞു ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളിൽ പെട്ടതാണ് നീ നിന്റെ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക. വ അൻ തുസല്ലിമ അലൽ ഖൗമി ഇദാ മറർത ബിഹിം, നീ ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം ചൊല്ലുക. ഇതൊക്കെ ഇസ്ലാം ആണ് എന്ന് കാണാവുന്ന തെളിവുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഫമൻ തറക മിൻ ദാലിക ഷൈഅൻ ഫഖദ് തറക സഹ്മൻ മിനൽ ഇസ്ലാം. ഇതിന് ഏതെങ്കിലും ചിലത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിന്റെ ഒരു നസീബ്, ഒരു വിഹിതം, അള്ളാഹു അവന് നൽകിയ മഹത്തായ ആദർശത്തിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ അവൻ ഉപേക്ഷിച്ചത്. ഒമൻ തറക്കഹുന്ന, ആരെങ്കിലും ഇപ്പറഞ്ഞത് മുഴുവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് വല്ലൽ ഇസ്ലാം ലഹ്റ, അവൻ അവന്റെ പിന്നിലേക്ക് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്. അപ്പോൾ ഇസ്ലാമിനെ നമ്മിലൂടെ, അതിന്റെ ഷിആറുകളിലൂടെ, ഭക്തിയോടെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നിലക്ക് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഏത് മേഖലയിലൂടെ വർത്തിക്കുന്നവരാണെങ്കിലും നമുക്കത് ബാധ്യതയുണ്ട്. നമ്മുടെ വാക്കുകളും ചെയ്തികളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടവരാതിരിക്കുക, തെറ്റിദ്ധാരണ നീക്കാൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റുള്ളവർക്കുള്ള തെറ്റിദ്ധാരണ നീക്കാനാണ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് സാധിക്കേണ്ടത്. ദീനിന്റെ സഹായികളായി അങ്ങനെ നാം നിലകൊള്ളണം. അള്ളാഹു കൽപ്പിച്ചു ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസ്സറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകനിൽ ആരാണ് വിശ്വസിക്കുന്നത്, ആ പ്രവാചകന് ആരാണ് പിന്തുണ നൽകുന്നത്, ആരാണ് ആ പ്രവാചകനെയും സുന്നത്തിനെയും സഹായിക്കുന്നത്, ആ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്ന ആ വെളിച്ചത്തെ ആരാണ് പിൻപറ്റുന്നത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
അവർ മാത്രമാണ് വിജയികൾ. ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച ഓരോ മുസ്ലിമും ചിന്തിക്കണം, ഞാൻ മുസ്ലിമായിട്ടാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിന് ഇസ്ലാമിക തർബിയത്ത് നൽകുന്നുണ്ടോ? ഞാൻ എൻ്റെ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത്? എനിക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഏത് സമയത്ത് എവിടെയാണെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇതിനൊക്കെ വേണ്ടത്, നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, പലതുമുണ്ട്. ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അള്ളാഹും റസൂലും മുൻപന്തിയിലുണ്ടാകുക. ഞാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുവോ, നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നുവോ, അതിൽ അള്ളാഹ് ഉണ്ടാകുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുക. റസൂലുള്ളാഹി പറഞ്ഞു, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടോ, ഈമാനിന്റെ മാധുര്യം അവനിലുണ്ടായി. അതിലൊന്ന്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും റസൂലും അവൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആരൊക്കെ എന്തൊക്കെയുണ്ടോ അതിലേറ്റവും പ്രിയങ്കരരാവുക അല്ലാഹും റസൂലും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയ ഒരു സമൂഹമാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹം. ഒട്ടേറെ അനുഗ്രഹങ്ങൾ. അവർ ചോദിച്ചതൊക്കെ അല്ലാഹ് ആകാശ ലോകത്തു നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്, ഭൂമിയിൽ നിന്നാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് അവരോട് പറഞ്ഞു, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി ഖുദൂമ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ, നിങ്ങൾ ശക്തിയോടെ താൽപര്യപൂർവം ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ കിതാബിന്, വേദഗ്രന്ഥത്തെ നിങ്ങൾ സ്വീകരിക്കുകയും കേൾക്കുകയും ചെയ്യുക. ആ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നന്ദി കെട്ട സമൂഹം അള്ളാഹിനോട് പറഞ്ഞത് സമിഅന വ അസ്വൈന എന്നാണ്. ഞങ്ങൾ കേട്ടു, ഞങ്ങളിതാ ആ കേട്ടതിന് നേരെ വിപരീതമായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹ് അതിന് കാരണം പറഞ്ഞ ഒന്നുണ്ട്, വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം. അവരുണ്ടാക്കി, അവർ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അവർക്കുണ്ടാക്കി കൊടുത്ത ആ കാളക്കുട്ടിയുണ്ടല്ലോ, ആ കാളക്കുട്ടിയെയാണ് അവർ ഹൃദയത്തിൽ ഏറ്റിയത് എന്നാണ്, അത് കുടിക്കപ്പെട്ടു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എന്താ കാരണം? അവരേറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്കെതിരെ ആ കാളക്കുട്ടിയെയാണ്. അതുകൊണ്ടാണ് ഇതാ എന്നെ കേൾക്കുക, എന്നെ അറിയുക, എന്റെ വേദഗ്രന്ഥത്തെ പഠിക്കുക എന്ന് പറഞ്ഞപ്പോ സമിഅന വ അത്വഅന. ഇന്ന് നമ്മിലും നമ്മുടെ മനസ്സുകളിൽ ആരാണുള്ളത്? നമ്മുടെ മനസ്സുകളിൽ ആരോടാണ് ഏറ്റവും സ്നേഹമുള്ളത്? ആ സ്നേഹിക്കുന്നവർ നമുക്ക് രക്ഷകരായി എത്തുമോ എന്ന് നമ്മൾ നോക്കണം. ആ സ്നേഹിക്കുന്നവരിൽ ഒന്നാമനായി അല്ലാഹ് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? സ്വഹാബത്തുണ്ടോ? താബീകളുണ്ടോ? സജ്ജനങ്ങളുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ആരോ എഴുതിയ ഒരു കവിതാശകലം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു, അത് ഈ ഖുതുബയിൽ പറയണമെന്ന് തോന്നി. വലാ യുനജ്ജിയന്ന നെയ്മറുൻ വലാ മെസ്സി എംബാപ്പ വ റൊണാൾഡ വദുൽഖറാസി. നെയ്മറും മെസ്സിയും എംബാപ്പയും അതുപോലെ അധികാര കസേരയിലിരിക്കുന്നവരും നിങ്ങൾക്ക് രക്ഷകരായി എത്തുകയില്ല. ഏതു സമയം? ഫീ വഖ്തി മാ യുഖാലു നഫ്സി നഫ്സി മിൻ ഹൗലി ആഖിറത്തിൻ അലൽ ഉനാസി. മനുഷ്യരൊക്കെ എന്റെ കാര്യം, എന്റെ കാര്യം എന്ന് പറഞ്ഞ് സഹായത്തിന് കേഴുന്ന ഒരു പരലോകം വരാനുണ്ട്. അന്ന് ഈ പറഞ്ഞ നിങ്ങൾ നെഞ്ചിലേറ്റിയ, നിങ്ങൾ സദാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാരും നിങ്ങളുടെ സഹായത്തിനെത്തുകയില്ല. ഫഅമൽ ലിനഫ്സിക ദായിമൽ ഇഖ്ലാസി വകുൻ ദവാമൻ ഖായിഫൻ ലിഇഫ്ലാസി. അതുകൊണ്ട് സദാസമയവും ഇഖ്ലാസോടുകൂടി തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വകുൻ ദവാമൻ ഖായിഫൻ ലിഇഫ്ലാസി. പരലോകത്ത് ഒന്നുമില്ലാത്തവനായ മുഫ്ലിസായി മാറിപ്പോകുമോ എന്ന ആ ഭയത്തോടെ കർമ്മങ്ങളിൽ മുഴുകുക. ഇതാണ് ഈ സമയത്ത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ ബാധ്യത എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. എന്തിനും പരിഹാരം
ഈമാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു ഥൗബു. ഒരു വസ്ത്രം കുറേ ധരിക്കുമ്പോൾ അത് നുരുമ്പി പഴകി ഇല്ലാതാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ നുരുമ്പിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഈമാനിനെ ശക്തിപ്പെടുത്തണം, പുതുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ തറൗന ശംസ ഫിൽ ലഹീറതി ലൈസ ദൂനഹാ സഹാബുൻ. ഒരു കാർമേഘവും ഇല്ലാത്ത നട്ടുച്ച നേരത്ത് നിങ്ങൾക്ക് സൂര്യനെ ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു നഅം, അതെ എന്ന് പറഞ്ഞു. ഫഹൽ തംതറൂന ഫീ റുയതിഹ. എന്നിട്ട് ചോദിച്ചു, ഈ സൂര്യന്റെ കാഴ്ച നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? ഈ സൂര്യനെ എങ്ങനെ കണ്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംശയിക്കുന്നുണ്ടോ? ഖാലൂ ലാ, ഇല്ല. എന്നിട്ട് പറഞ്ഞു, ഫഇന്നകും തറൗന റബ്ബക്കും കദാലിക യൗമൽ ഖിയാമ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പരലോകത്ത് വെച്ച് കാണും എന്ന് തന്നെ പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പഠിപ്പിക്കുന്നുണ്ട്. പരലോകത്ത് സത്യവിശ്വാസികൾ റബ്ബിനെ ദർശിക്കും എന്നത്. അത് ഖുർആനിലുള്ളതാണ്. വുജൂഹു യൗമ ഇദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ. അന്ന് ചില മുഖങ്ങൾ സന്തോഷത്തോടെ പ്രശോഭിച്ചുകൊണ്ടിരിക്കും. അവർ റബ്ബിനെ കണ്ടതാണ്, റബ്ബിലേക്ക് നോക്കിയതാണ് എന്ന്. അവിശ്വാസികൾക്ക് അന്ന് റബ്ബിനെ കാണാൻ കഴിയില്ല. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ. അവിശ്വാസികൾ റബ്ബിനെ കുറിച്ച് അവർക്ക് മറയിടപ്പെടും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യമാണ് തങ്ങളുടെ റബ്ബിനെ കാണൽ. അവിശ്വാസികൾക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് ആ റബ്ബിന്റെ കാഴ്ച മുടക്കപ്പെടുക എന്നത്. അതുകൊണ്ട് റബ്ബിനെ കാണാനുള്ള തയ്യാറെടുപ്പ് ഈ ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് ചെയ്യാനുണ്ട്. തൗഹീദ് ശരിപ്പെടുത്തുക, നമസ്കാരം 5 നേരം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, സുന്നത്തുകളിലായി ജീവിക്കുക, പാപങ്ങൾ വെടിയുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ജീവിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിനായി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, റബ്ബിന്റെ മാർഗം ഇഷ്ടപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്നവരിൽ, മരിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم إنا نسألك لذة النظر إلى وجهك الكريم والشوق إلى لقائك واجعلنا من أهل الجنة يا أرحم الراحمين. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.